എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂർ സംഘകലിയുടെ പുതിയ മൾട്ടിവിഷ്വൽ വിൽക്കലാമേള കടത്തനാടൻ വീരപുത്രി, ഇത് പൂമാതൈ പൊന്നമ്മയുടെ കഥയെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെന്താണ് പൂമാതൈ പൊന്നമ്മ എന്നറിയാത്തവർക്ക് ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പൂജാകർമ്മത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങളും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനയിച്ച എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുപരി ഒരു ഗംഭീര വിജയമായിരുന്നു. ഇതിന്റെ സാക്ഷാത്കാരം ശ്രീ നാദം മുരളിയേട്ടനാണ്. അപ്പോൾ മുരളിയേട്ടന്റെ ഒറ്റൊരു കഠിന പ്രയത്നം കൊണ്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. രചന ജയൻ തിരുമനയാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും നിരവധി അവാർഡുകളൊക്കെ നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കഥയിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. മൾട്ടിവിഷ്വൽ വിൽക്കലാമേള കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ലൈവായിട്ട് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കണം ജനങ്ങളെ. കഴിഞ്ഞ ദിവസം കൊടിയ തണുപ്പായിരുന്നു. ഇപ്പം ഈ വിഷയം ഞങ്ങളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തണുപ്പ് കുറച്ച് കുറഞ്ഞ്, അന്നൊക്കെ നല്ല തണുപ്പായിരുന്നു. ഈ തണുപ്പിലും അതുപോലെ തുടങ്ങാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ, തുടങ്ങാൻ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. എന്നാലും ജനങ്ങൾ കാത്തിരുന്ന്. മുരളിയേട്ടൻ ഇതിനകത്ത് പുതിയ കുറേ തമാശകളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം, ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഇതിന്റെ സ്റ്റേജിൽ അവതരണമൊക്കെ കഴിഞ്ഞ് അവസാനം മുരളിയേട്ടൻ ഒരുപക്ഷെ പൊട്ടിക്കരയുന്ന പോലൊരു അവസ്ഥയിലെത്തി. അത് എനിക്കത് തോന്നി അങ്ങനെ. കാരണം വെച്ചാൽ ഇതിന്റെ പിന്നിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. 50ഓളം കലാകാരന്മാർ 10 ദിവസമായിട്ടായിരുന്നു ഇതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊക്കെ ഓരോ ഡേറ്റ് നൽകി അങ്ങനെയൊക്കെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇതിന്റെ ഈ ലൊക്കേഷനിൽ മുരളിയേട്ടൻ പുലർച്ചെ എത്തി ഇതിന്റെ ഷൂട്ട് കഴിയുന്നവരെ മുരളിയേട്ടൻ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അത് ഷൂട്ട് കഴിഞ്ഞ് അതിന്റെ ഉടനെ തന്നെ അതിന്റെ എഡിറ്റിംഗ് ഡബ്ബിംഗ് ഒക്കെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് എല്ലാവരും ഡബ്ബിങ് വീട്ടിൽ വന്ന് ചെയ്തു. പിന്നെ കുറേ ശബ്ദമൊക്കെ മുരളിയേട്ടൻ തന്നെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കെട്ടി ആടി തുള്ളി കഴിഞ്ഞപ്പോൾ മുരളിയേട്ടന് അതിന്റെ ഒരു സന്തോഷം, ഞാൻ ശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞ് സന്തോഷം കൊണ്ടുള്ള ഒരു ആനന്ദക്കണ്ണീർ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാലും വളരെ സക്സസ് ആയിരുന്നു ഈ ഒരു പൂമാതൈ പൊന്നമ്മയുടെ ഈ ഒരു ദൃശ്യാവിഷ്കാരം. ഇപ്പൊ ഇവിടെ 11:30 മണി ഏതാണ്ടായി. കലയോടും കലാകാരൻ അപ്പൊ ആശാനെ എന്താണ് ഇവർക്ക് കൊടുക്കുക? ഇക്കൊല്ലം കൂടി ഒരിക്കൽ കപ്പലിന് പാവാട്ടം തരേണ്ട ഓട്ടോ എടുത്തിട്ട് നിങ്ങളെ ഈ പറയുന്നത് എല്ലാ അളവിൽ എങ്ങനെയാ ഇപ്പോഴത്തെ പുതിയ കഥ പറയേണ്ടത്. ചേച്ചി നമ്മളിപ്പോഴത്തെ കുഞ്ഞുമക്കളെ മുമ്പ് 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പൊ പത്രത്തില് വായിക്കുന്നു. ഒരു പുതുപുലരിയുടെ പിറവി കണ്ണാടി വെച്ച് സാമ്പത്തിക മാന്യം സംഭവിച്ചു അങ്ങനെ ഒരു രാജ്യത്ത് സാമ്പത്തിക മാന്യം സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഇതാര് ചിണ്ടനോറോ? ഞാൻ ഓടി പോയിട്ട് ഒരു പരാതി എന്റെ വീട്ടിൽ. അപ്പൊ പെൻഷനെല്ലാം കിട്ടിയിട്ടുണ്ടാവൂലേ? പെൻഷൻ ഇല്ല. വേദന മാറും. അങ്ങനെ വിട്ടുപോയിട്ട് എന്റെ അടുത്ത് കുടിച്ച് ഞാൻ ഹോട്ടലിലേക്ക് ചവിട്ടി. ചക്ക മറിച്ചിട്ടാണ് അപ്പുറം മറിച്ചിടൂ, ഇടക്കിടക്ക് ഇപ്പുറം മറിച്ചിടൂ. അതും നടക്കും തോന്നില്ല. പറയാൻ പറ്റിയ വെച്ച് നമ്മളിപ്പോഴത്തെ കുഞ്ഞുമക്കളെ മുമ്പ് 4 വയസ്സുള്ള തേങ്ങ തേച്ച് നീ
പറിച്ചോന്ന് പറഞ്ഞതിന് ശേഷം ആ ചൊയ മാറിക്കിട്ടും. അത് ഇപ്പോഴത്തെ നിന്റെ സമാധാനം മാത്രമാണ്. ഒരു 20 ഇതവളെ കാലിന് കുറച്ച് കൂടുതലാണ്. കാണാത്തിയും തൊടാത്തിയും പെണ്ണുങ്ങള് ഈ കടലങ്കര നാട്ടിലേടിഞ്ഞിണ്ട. കാമുകനെ ഒഴിവാക്കാൻ കഷായം കൊടുത്തു കൊന്നു. വിവാഹവേദിയിൽ വെച്ച് പെട്രോൾ വെച്ച് കൊന്നു. കണ്ടെങ്കില് ബൈക്ക് ബലിയക്കായി. ഈ ഗാനം അതിലെ ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. പണ്ടുള്ള ഇവർ ഈ നായകനും നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഘനലോക വീതികളിൽ വേണുതുമാട്ടിടയൻ. ഇത് കേട്ടിട്ട് എണീറ്റ് നിന്നോക്കാട്ടെ. ഇതൊക്കെ ഞാൻ ബാക്കിലേക്ക് നോക്കുന്ന പോയി എന്റെ കൈയുടെ രോമാണ്. ഇപ്പം പ്രണയിച്ച പിള്ളമാറില്ല. ഈ കാര്യം മാത്രം പറയാം. മലങ്കാരി ദൈവത്താണ് ഓളെ നാളെ തേടിയ എന്റെ മലങ്കാരി കുട്ടി ഒരു പെൺകുഞ്ഞിനെയും ആ മലങ്കാരിയുടെ മോളാ ആയിത്തിര. കണ്ടാ ഇപ്പൊ എന്തായി? അറിയാൻ വന്നതോ അല്ല കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതോ? നടക്ക്. പൂമാതേ എന്താ സ്നേഹികളെ, ഇത്രയും നേരം നിങ്ങളുടെ പരിപാടി വീക്ഷിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് നാട്ടിലെ സംസ്കാര സമ്പന്നരായ മുഴുവൻ കലാസ്വാദകർക്കും കണ്ണൂർ സംഘികലേക്കുള്ള നന്ദി, കടപ്പാട്, സ്നേഹം ഞങ്ങൾ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. അപ്പം കണ്ണൂർ സംഘികലേക്ക് ഇത് 6, 7, 8 തവണയാണ് ആണെന്ന് തോന്നുന്നു. 8 തവണയാണ് ഈ വേദി ഇവിടെ ഈശാനമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ സംഘാടകർ ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. തീർത്താതീരാത്ത നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ ഇടനെഞ്ചിൽ സൂക്ഷിക്കുകയാണ്. ഒപ്പം കണ്ണൂർ സംഘികലേക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും പ്രദാനം ചെയ്തു തന്ന ഷംന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കാട്ടാമ്പള്ളിക്കും അതിന്റെ സൗണ്ട് എഞ്ചിനീയർമാർക്കും ഞങ്ങൾക്കുള്ള സ്നേഹം, നന്ദി, കടപ്പാട് അറിയിക്കട്ടെ. കണ്ണൂർ സംഘികലയുടെ പ്രവർത്തകരെ പരിചയപ്പെടാം. ബാബു കൊടോളിപ്പുറം, ഉണ്ണി പാളാട്, അശോകൻ മയ്യിൽ, കാർത്തിക് പാളാട്, നിങ്ങളുടെ മുന്നിലായി അർജുൻ തളിപ്പറമ്പ്, ഞാൻ നാദം മുരളി. ഇവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്താനുണ്ട്. പൂമാതേ, പ്രിയ ഒന്ന് മുന്നോട്ടേക്ക് വരണം. ഇതിൻ്റെ ഒരു കഥാപാത്രം ചെയ്തതാണ് നമ്മളിവിടെ പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത നാട്ടുകാരിയാണ്. കുളച്ചേരി തന്നെയാണ് ഇവിടെ വീട്. വാ വാ. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ വിജേഷ് കുട്ടിപ്പറമ്പിൽ നിങ്ങളുടെ നാട്ടുകാരനാണ്. അതുപോലെ കാലിച്ചെറുക്കൻ അനൂപ് ചന്ദ്രൻ. മേക്കപ്പ് നല്ല മനോഹരമായ മേക്കപ്പ് ജയൻ ഏരുവേശി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജ്യോതി ടീം, നമ്മുടെ കിളികളത്തുനിന്ന് നമ്മൾ ജ്യോതി ടീം എല്ലാവരും നിങ്ങൾ കാണട്ടെ. അതുപോലെ തന്നെ ക്യാമറ ലിബിൻ നാരായണൻ. ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ. ഒരുപാട് ഇതിൻ്റെ വിഷ്വലിൽ അഭിനയിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് തന്നെയായാലും നിങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥന ഞങ്ങളങ്ങോട്ടേക്കുള്ള ഒരു പോക്കിന് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് പ്രോത്സാഹനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഭഗവാൻ നമ്മൾ ഒരിക്കലും കൈവിടില്ല. ഒപ്പം അതുപോലെ തന്നെ അതേ മനസ്സോടുകൂടി നിങ്ങളും നമ്മൾക്കുണ്ടായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം, നന്ദി, കടപ്പാട്.
നമ്മളെ ഇതിനകത്ത് അഭിനയിച്ച ആളുകളാണ്. അതെല്ലാം അറിയില്ലേ? എന്താ അറിയാത്ത അതെ 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 നമ്മളെ നാട്ടിൽ അതെ അതെ ഓളാടിക്കുന്നത് ആടിക്കുന്നില്ല. പോയത് ഒരു സ്ക്രിപ്റ്റ് വരെ ഫോട്ടോ കിട്ടാൻ പിന്നെ ആൾക്കറിയാം ഫോട്ടോ തന്നെ ഞാൻ നമ്മളെ ആ തമ്പുരാന്റെ ഒരു കല്യാണം കഴിഞ്ഞ് വന്നില്ല. ഇതാണ് അനൂപിന്റെ സ്റ്റാർട്ടിങ് അല്ലേ വന്നല്ലേ വെച്ചു മറന്നുപോയത് പോലെ ഞാൻ മേലെ പോലെ അവിടെ പോയി അടുത്തേക്ക് പ്രഷറിന്റെ